ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 2-ാമത്തെ വാക്യം. അവൻ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് 40 ദിവസം അവിടെ കഴിഞ്ഞുകൂടി. ആ ദിവസങ്ങളിൽ അവനൊന്നും ഭക്ഷിച്ചില്ല. അവസാനം അവന് വിശന്നു. പരിശുദ്ധ തൃത്വയേക ദൈവത്തിന് സ്തുതി. തൻ്റെ 12-ാം വയസ്സിൽ ജെറുസലേം ദേവാലയത്തിൽ ചെന്ന് ഉപദേഷ്ടാക്കന്മാരുടെ നടുവിലിരുന്ന് അവരുടെ ഉപദേശം കേൾക്കുകയും താൻ അവരോട് സംസാരിച്ച തൻ്റെ വാക്കുകൾ കേട്ട്, തൻ്റെ ഉത്തരങ്ങൾ കേട്ട്, തൻ്റെ വിവേകത്തിൽ വിസ്മയിക്കുന്ന ആ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിൽ നിന്നും തൻ്റെ മാതാപിതാക്കൾ തന്നെ വന്നു വിളിച്ചപ്പോൾ അവർക്ക് കീഴടങ്ങി നസ്രയത്തിൽ വന്ന് അവരോടുള്ള അനുസരണയിൽ ജീവിച്ച ആ 12 വയസ്സുകാരൻ തൻ്റെ നസ്രയത്തിലെ 30 വയസ്സുവരെയുള്ള ജീവിതത്തിന് ശേഷം ഈ ലോകത്തിലേക്കുള്ള തൻ്റെ എഴുന്നള്ളിപ്പിൻ്റെ പ്രധാന ഉദ്ദേശമായിരുന്ന തൻ്റെ പരസ്യ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുവാൻ തയ്യാറെടുക്കുന്ന യേശു തൻ്റെ പിതാവിൻ്റെ കൃപയ്ക്കായി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്കായി, പിതാവാം ദൈവത്തിൻ്റെ ആത്മാവ് തന്നിൽ പ്രവർത്തിക്കുവാനായി ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന യേശു 40 ദിവസം പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് മരുഭൂമിയിൽ കഴിച്ചു കൂടുന്നതായി നാം കാണുകയാണ്. ആ സാധാരണക്കാരനായ ആ 30 വയസ്സായ ചെറുപ്പക്കാരൻ ഒരുപക്ഷെ പ്രവാചകന്മാരുടെ തലവനായ മോശയിലേക്ക് നോക്കിയിട്ടുണ്ടാകാം. ഈജിപ്തിലെ രാജകൊട്ടാരത്തിൽ നിന്ന് ഒളിച്ചോടി 40 വർഷം പ്രവാസത്തിൽ ചെലവഴിച്ച മോശ പുറപ്പാടിന് നേതൃത്വം നൽകാനായി മടങ്ങിയെത്തി തൻ്റെ ജനത്തിനു വേണ്ടി കർത്താവ് തൻ്റെ ജനവുമായി നടത്തിയ ഉടമ്പടിയുടെ കൽപ്പലകകൾ വാങ്ങുവാനായി തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ 40 ദിവസം ഉപവാസത്തിൽ കഴിഞ്ഞ ആ മോശയെ ഒരുപക്ഷെ യേശു മനസ്സിൽ ധ്യാനിച്ചിട്ടുണ്ടാകാം. തൻ്റെ മറ്റൊരു ശ്രേഷ്ഠ പ്രവാചകനായിരുന്ന ഏലിയ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയെ പ്രതിയുള്ള തീഷ്ണതയിൽ എപ്പോഴും ജ്വലിച്ചിരുന്ന ഏലിയ, ആഹാബ് രാജാവിൻ്റെയും ഇസബേല രാജ്ഞിയുടെയും ബാൽ എന്ന മനുഷ്യ സൃഷ്ടിയായ ദൈവത്തോടുള്ള ആരാധനയെ തടഞ്ഞ ഏലിയ ദീർഘദർശി, ദൈവത്തിൻ്റെ പർവ്വതമായ ഹേറോബോളം 40 പകലും 40 രാവും ഉപവസിച്ച് നടന്ന ആ ഏലിയാവിനെ ഒരുപക്ഷെ യേശു മനസ്സിൽ ധ്യാനിച്ചിട്ടുണ്ടാകാം. തൻ്റെ മറ്റൊരു പ്രവാചകൻ യോനായുടെ പ്രവചനം കേട്ട് 40 ദിവസം ഉപവസിച്ച നിനവയിലെ സാധാരണ മനുഷ്യരെ ഒരുപക്ഷെ യേശു മനസ്സിൽ ധ്യാനിച്ചിട്ടുണ്ടാകാം. അങ്ങനെ തൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രധാന ഘട്ടത്തിൽ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് 40 ദിവസം വിജനമായ മരുഭൂമിയിൽ കഴിഞ്ഞുകൂടുന്ന യേശു അനുദിനം പലവിധ പരീക്ഷകളിൽ അകപ്പെടുന്ന നമുക്കും ആത്മാവിൻ്റെ ശക്തിക്കായി, പ്രലോഭനങ്ങൾ തരണം ചെയ്യുവാനുള്ള ആത്മാവിൻ്റെ നമ്മളിലുള്ള പ്രവർത്തനത്തിനായി വരുവാനുള്ള 40 നൊയമ്പും കഷ്ടാനുഭവ ആഴ്ചയിലെ 10 ദിവസങ്ങളിലെ നൊയമ്പും ഉപവാസങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന പരീക്ഷണങ്ങളെ വിജയിക്കുവാനുള്ള അവസരങ്ങളാക്കി നമുക്ക് കാണാം. നൊയമ്പും ഉപവാസവും എടുക്കാൻ യേശുവിനെ സഹായിച്ച ആത്മാവിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവ് നിറയുവാൻ വേണ്ടിയല്ല യേശു ഉപവസിക്കുന്നത്, മറിച്ച് പരിശുദ്ധാത്മാവ് നിറഞ്ഞതുകൊണ്ട് ഉപവസിച്ച യേശുവിനെ പോലെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും നമുക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നല്ലൊരു ദിവസം നേരുന്നു.